ഞാൻ പ്രിയങ്ക സിജു. വാർത്തകൾ വിശദമായി. പെരിന്തൽമണ്ണ നഗരസഭ ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റിലെ മലിനജല പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്നു. 3,36,00,000 രൂപ ചെലവിൽ നിർമ്മിക്കുന്ന മലിനജല ശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. പെരിന്തൽമണ്ണ ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റിലെ 200-ലധികം കുടുംബാംഗങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു മാലിന്യ ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്കൊഴുകുന്നത്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഫ്ളാറ്റിൽ STP നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്നതിനായി നിർമ്മിക്കുന്ന STPയുടെ നിർമ്മാണ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു. ഇതോടെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരും നഗരസഭയും ഒരുപോലെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനാണ് പരിഹാരമാവുക. 6 മാസം കൊണ്ട് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. DBOT മാതൃകയിലാണ് STPയുടെ നിർമ്മാണം. DBOT മാതൃകയിൽ നിർമ്മിക്കുന്ന കേരളത്തിലെ ആദ്യ പ്രൊജക്ട് കൂടിയാണിത്. വളരെയധികം സുസ്ഥിരവും ഗുണപരവുമായ രീതിയിലാണ് STPയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു. അപ്പോൾ നമ്മുടെ ലൈഫ് മിഷൻ ഫ്ലാറ്റിലെ അവിടുത്തെ ജനങ്ങളും നമ്മളും നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് പരിഹാരമാവുകയാണ്. ആ പരിഹാരത്തിന് വേണ്ടി നിർമ്മിക്കുന്ന STPയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ കഴിഞ്ഞു. നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 3,34,00,000 രൂപയാണ് നഗരസഭ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സംസ്ഥാനത്ത് തന്നെ മാതൃകാ പ്രോജക്റ്റിനാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. DBOT മാതൃകയിലാണിത് നിർമ്മിക്കുന്നത്. നമുക്ക് STPയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് തന്നെ ഉള്ള ഒരു പ്രയാസം, ഇത് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നീടത് ഓപ്പറേറ്റ് ചെയ്യുന്നത് കുറച്ച് കാലത്തേക്ക് മാത്രമാണ്, വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ ആ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ മിഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് STPകൾ DBOT നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ ആ മാതൃകയിൽ ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ DBOT മാതൃകയിൽ ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ പ്രോജക്റ്റാണ്. DBOT എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും കൈമാറുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിർമ്മിച്ചങ്ങോട്ട് പോകാൻ പറ്റില്ല ആളുകൾക്ക്, അത് പ്രവർത്തിപ്പിച്ച് നല്ല രീതിയിൽ കൈമാറാനുള്ള ബാധ്യത കൂടി ഈ പദ്ധതിയിൽ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി സസ്റ്റൈനബിൾ ആവും എന്ന കാര്യത്തിൽ തർക്കമല്ല, ഗുണപരമാവും എന്ന കാര്യത്തിൽ തർക്കമല്ല. ഈ ഫ്ളാറ്റിലെ നിലവിലെ പ്രശ്നത്തിനൊരു പരിഹാരം ആവുമെന്ന കാര്യത്തിൽ ഒരു തർക്കമുണ്ട്. നഗരസഭയുടെയും ശുചിത്വ മിഷന്റെയും സ്വപ്ന പദ്ധതി കൂടിയാണ് ഒലിങ്കര ലൈഫ് അപ്പാർട്ട്മെന്റിൽ യാഥാർത്ഥ്യമാകുന്നത്. 34 ബ്ലോക്കുകളിലായി 400 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ 200 കുടുംബങ്ങളാണ് നിലവിൽ താമസിക്കുന്നത്. പ്രതിദിനം ഫ്ളാറ്റിൽ ഉണ്ടാകാനിടയുള്ള 2 ലക്ഷം ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കാൻ കഴിയുന്ന നെറ്റ്വർക്കിംഗ് സംവിധാനവും സജ്ജമാക്കുന്നുണ്ട്. ഫ്ളാറ്റിലെ വിവിധ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നഗരസഭ മലിനജല പ്രശ്നത്തിന് താൽക്കാലിക സംവിധാനത്തിലൂടെയാണ് ഇതുവരെ പരിഹാരം കണ്ടിരുന്നത്. നഗരസഭയും ഫ്ളാറ്റിലെ താമസക്കാരും അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന് പദ്ധതിയിലൂടെ ശാശ്വത പരിഹാരമാകും. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ്, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, കൗൺസിലർമാരായ KC ഷാഹുൽ ഹമീദ്, പത്ത് താരിഫ്, ഷെർലിജ, CP സാറ സലീം, N അജിത, ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദേവകി, മുനിസിപ്പൽ എഞ്ചിനീയർ K നിഷാന്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K ഉണ്ണികൃഷ്ണൻ, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ACV ന്യൂസ്, പെരിന്തൽമണ്ണ.